വാടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിക്ക് കീഴിൽ കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള ബിരുദദാനം പുതിയങ്ങാടി യൂണിറ്റി കോളേജിൽ നടന്നു. ജമായത്തെ ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി ഉദ്ഘാടനം ചെയ്തു. ജമായത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പിന് കീഴിൽ തളിക്കുളം പുതിയങ്ങാടിയിൽ ആരംഭിച്ച യൂണിറ്റി കോളേജിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അതുപോലെ തന്നെ വളരെയേറെ സന്തോഷകരമായ അനുഭവം നമ്മുടെ മേഖലയിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദീർഘനേരത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ നാമമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ വലിയ ആശയമാണ് നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുമ്പും ഇതിൻ്റെ സ്കൂളിൻ്റെ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് എനിക്ക് അറിവുള്ള രീതിയിലുള്ള ചില പ്രഭാഷണങ്ങൾ നടത്തുവാനും സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വേദിയിൽ കൃത്യമായി വരുവാനും നിങ്ങളോട് രണ്ട് വാക്ക് പറയാനും ഉള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അല്പം പനിയുണ്ട്, സൗണ്ട് കുറേശ്ശെ പോയിട്ടുണ്ട്. അതെന്തെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സ് തോന്നിയപ്പോഴാണ് ഞാൻ ഓടി വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ പോലെയുള്ള ജീവിതം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പല രീതിയിലും ഉണ്ടെങ്കിൽ പോലും മനുഷ്യ സ്നേഹത്തിൻ്റെ സ്പർശനം നമ്മളൊക്കെ അർപ്പിതമാക്കുന്ന രീതിയിലുള്ള ഒരു അള്ളാഹുവിൻ്റെ നാമം വളരെയേറെ പ്രധാനപ്പെട്ട ബഹുമാനിയോടെ കാത്തു സൂക്ഷിക്കുന്ന പ്രദേശമാണ്. ഈ നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും മുന്നോട്ട് പോകാനും കഴിയേണ്ടതുണ്ട്. VOC ആക്ടിംഗ് ചെയർമാൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അധ്യക്ഷനായി. മുൻ MP TN പ്രതാപൻ, ഒമാൻ ഗസൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ഹാസ്ലിൻ സലീമിന് നൽകി മാഗസിൻ പ്രകാശനം ചെയ്തു. ഡോക്ടർ അബ്ദുസലാം അഹമ്മദ്, പ്രൊഫസർ ഡോക്ടർ PK അബ്ദുൽ അസീസ്, KK മമ്മുണ്ണി മൗലവി, മലേഷ്യൻ ഡോക്ടർ ജുക്രൻ അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ ഗൈറു സസ്മി എന്നിവർ സംസാരിച്ചു. വീണ്ടും പറയാണ്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പവും മഹാത്മ്യവും എനിക്ക് മനസ്സിലാവുന്നു. അൽഹംദുലില്ലാ, പഠിച്ചവന്റെ അനുഗ്രഹം തന്നെ പറയട്ടെ. എല്ലാവരുടെയും പ്രവർത്തനവും ഒപ്പം ഇതിൻ്റെ തീർച്ചയായും ഇതിനോടൊപ്പം എല്ലാവരുടെയും കഠിനാധ്വാനം തന്നെയാണെന്ന് തന്നെ പറയാം. ഇത്രയും ഇത് ഈ ലെവലിലെത്തുന്നുണ്ടെങ്കിൽ ഇന്ന് മമ്മുണ്ണി മാഷ് പ്രായമായി, പക്ഷേ മമ്മുണ്ണി മാഷക്ക് സപ്പോർട്ടായിട്ട് ഡോക്ടർ കുട്ടിൽ മുഹമ്മദ് അലി ആണ് ഇന്നിപ്പോൾ ആക്ടിംഗ് ചെയർമാനായിട്ട്